പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണെന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് വന്നത്. 10:30 ഈ അപകടമുണ്ടായത്. വല്ലപ്പുഴയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നതിനിടയിലാണ് ഈ ഗാലറി ഒരു ഭാഗം തകർന്നു വീണത്. ഏതാനും ആളുകൾക്ക് പരിക്കേറ്റു. എത്ര പേർക്ക് പരിക്കേറ്റു എന്ന അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, എത്ര പേരെയാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റിയത്? ഇവരുടെ പരിക്കുകളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, ഈ ഒരു ഗോളി പോസ്റ്റിന് പുറകിലിരുന്നിരുന്ന ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് നമുക്ക് പട്ടാമ്പിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമാവുന്ന വിവരങ്ങൾ. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അവിടേക്ക് ആംബുലൻസുകൾ ക്രമീകരിക്കുകയും ട്രോമ കെയർ വളണ്ടിയർമാരടക്കം സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടക്കം നേതൃത്വത്തിൽ അവിടേക്ക് ആംബുലൻസുകൾ എത്തിക്കുകയും വളരെ വേഗത്തിൽ പരിക്കേറ്റ ആളുകൾ ആശുപത്രികളിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പട്ടാമ്പി മേഖല എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള നാടാണ്. മലപ്പുറത്തു നിന്നടക്കം ഒരുപാടധികം ആളുകൾ ഈ മത്സരം കാണുന്നതിന് വേണ്ടി മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ ഈ ഗോളി പോസ്റ്റിന് പുറകിൽ ഏറ്റവും മനോഹരമായി ഈ കാഴ്ചകൾ, ഈ മത്സരം കാണാൻ കഴിയുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഇരുന്ന സ്ഥലത്തെ ഗാലറിയാണ് തകർന്നു വീണത്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഒരേ ഭാഗത്ത് ഇരുന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഇത് തകർന്നു വീഴുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തുള്ള തത്സമയ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരുടെയും മുകളിലേക്ക് ഈ മരത്തടികൾ വീഴുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളൊക്കെ തന്നെ വീണത് ഈ മരത്തടിക്ക് മുകളിലായിട്ടാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കാണികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പട്ടാമ്പി CI വ്യക്തമാക്കുന്ന കാര്യം. അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം പറയുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല, കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല, എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഘാടകരും പോലീസും വ്യക്തമാക്കുന്ന കാര്യം. ശരി നിഖിൽ, ഏതായാലും ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്, നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷേ ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്നത് ആശ്വാസകരമാണ്. വല്ലപ്പുഴയിലാണ് സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ, അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടന്ന സമയത്താണ് ഈ ഗാലറി തകർന്നു വീണത്. പക്ഷേ കാണികൾക്കാർക്കും കാര്യമായ പരിക്കുകളില്ല എന്നതാണ് നിഖിൽ പ്രമേഷും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇബ്രാഹിമും നമ്മളോടൊപ്പം ചേർന്നിരുന്നു. അദ്ദേഹവും പറഞ്ഞത് സാരമായ പരിക്കുകൾ ആർക്കുമില്ല. പലരെയും പരിക്കേറ്റവരെ അല്ലെങ്കിൽ താഴെ വീണ ആളുകളെ പട്ടാമ്പിക്ക് സമീപത്തുള്ള അല്ലെങ്കിൽ പട്ടാമ്പിയിലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്.